ETP മാത്ത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ആണ്. ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പം ടാൻ ഇൻവേഴ്സ് എക്സ് വരയ്ക്കണമെങ്കിൽ ആദ്യം ടാൻ എക്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? y ഈക്വൽ ടു ടാൻ എക്സ്. അപ്പോൾ ടാൻ എക്സിൻ്റെ ഗ്രാഫാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ടാൻ 0 എന്ന് പറയുന്നത് എന്താണ്? എക്സിന് 0 കൊടുത്താൽ ടാൻ 0 0 ഇവിടെയാണ് പ്ലോട്ട് ചെയ്യുക. ടാൻ π/4 എന്താ വരിക? അവിടെയാണ് π/4 വരിക. ടാൻ π/4. ടാൻ π/4ൻ്റെ വാല്യൂ 1. ഈ 1ന് നേരെ ഇവിടെയാണ് ടാൻ π/4. ടാൻ -π/4 അവിടെ വരും. ഇതാണ് -π/4. ടാൻ -π/4 എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത് അല്ലേ? ഇങ്ങനെ ഒരു ഗ്രാഫ് വരുന്നത്. പിന്നെ π/2 എന്ത് സംഭവിക്കുന്നു നോക്കൂ. ടാൻ π/2. ടാൻ π/2 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ് അല്ലേ? ടാൻ π/2ന് വാല്യൂ ഇല്ലല്ലോ, ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇതിനെ ടച്ച് ചെയ്യാതെ, π/2നെ ടച്ച് ചെയ്യാതെ ഇതിങ്ങനെ ഇൻഫിനിറ്റിയിൽ ടച്ച് ചെയ്യുന്നു എന്ന് പറയും അല്ലേ? ഇത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതുപോലെ ടാൻ -π/2 എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ആണ്. അത് ഇങ്ങനെ ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ ടച്ച് ചെയ്യാതെ, -π/2 എന്ന ലൈനിനെ ടച്ച് ചെയ്യാതെ പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ടാൻ എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെയും ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കാം അല്ലേ? ഇതുപോലെ തന്നെ ബ്രാഞ്ചസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ബ്രാഞ്ചാണ്. ഈ ബ്രാഞ്ച് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ് അല്ലേ? അപ്പോൾ ഏത് ബ്രാഞ്ചാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ? -π/2 ടു +π/2 വരെയുള്ള അല്ലേ? ടു r ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇത് ടാൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടുന്ന് എങ്ങോട്ടാ ഡിഫൈൻ ചെയ്യുന്നത്? -π/2 ടു +π/2 ഓപ്പൺ ഇൻ്റർവലാണ്. കാരണം π/2 ടച്ച് ചെയ്യുന്നില്ലല്ലോ. π/2 ഗ്രാഫ് ടച്ച് ചെയ്യുന്നില്ല അല്ലേ? അതുപോലെ -π/2 ടച്ച് ചെയ്യുന്നില്ല. അതിങ്ങനെ ടച്ച് ചെയ്യാതെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ -π/2 ടു +π/2 ടു r ആണ് അല്ലേ? ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഗ്രാഫ്. ഇതാണ് നമ്മൾ ടാൻ എക്സിൻ്റെ ഡൊമെയിൻ. -π/2 ടു +π/2, റേഞ്ച് r ആണ്. ക്ലിയർ? ഇതാണ് ടാൻ എക്സ്. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 and 1 ആണ്. ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് ഫ്രം r ടു -π/2 ടു +π/2 വരെ അല്ലേ? അപ്പോൾ ആ ഗ്രാഫാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ടാൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ്. റിയൽ നമ്പർ ടു -π/2 +π/2, ഓപ്പൺ ഇൻ്റർവൽ -π/2 +π/2. വാല്യൂ കൊടുത്ത് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാൻ സാധിക്കും. നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെയും കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് വരച്ചിരുന്നു. അതുപോലെ നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഇതുപോലെ വരയ്ക്കാൻ സാധിക്കും. ഇനി ഇതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുക എങ്ങനെയാണ്? x ഈക്വൽ ടു y ഈക്വൽ ടു ടാൻ y ഈസ് ഈക്വൽ ടു ടാൻ എക്സ് ഇംപ്ലൈസ് x ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് y എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. y ഈസ് ഈക്വൽ ടു ടാൻ എക്സ് ആണെങ്കിൽ അല്ലേ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് x ഈക്വൽ ടു ടാൻ y, ടാൻ ഇൻവേഴ്സ് y എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ടാൻ എക്സിൻ്റെ ഗ്രാഫ്. ടാൻ എക്സിൻ്റെ ഗ്രാഫ് ഈ ഡൊമൈൻ ഈ -π/2 +π/2ൻ്റെ ഉള്ളിൽ എടുക്കുമ്പോൾ മാത്രമേ എന്താവുന്നുള്ളൂ? ടാൻ എക്സ് ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആവുന്നുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ പിന്നെ പൈയിലും 2πയിലും ഒക്കെ വരുന്ന വേറെ ഗ്രാഫുകൾ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊരു ഡൊമൈനിലേക്ക് നമ്മളിതിനെ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഏത് ഡൊമൈനിലേക്കാണ് റെസ്ട്രിക്റ്റ് ചെയ്തത്? അവിടെ -π/2 π/2ലേക്കാണ്.
ആ റേഞ്ചിന് എന്താ പറയുക, പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് അല്ലേ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്നാ പറയുക. -π/2 +π/2. അവിടുന്ന് ആറിലേക്കാണ് നമ്മൾ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. തിരിച്ച് ആറിൽ നിന്ന് -π/2 π/2ലേക്കാണ് അപ്പോഴും നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യേണ്ടത്, tan 1x ഡിഫൈൻ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ tan 1xന്റെ ഗ്രാഫാണ് ഇത്, tan xന്റെ ഗ്രാഫാണ് ഇത്. ഏതിൻ്റെ ഗ്രാഫാണ്, tan 1xന്റെ ഗ്രാഫാണ്. അപ്പോൾ ഈ ഗ്രാഫിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ക്ലിയർ. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് tan 1 അല്ലേ 1, tan 1 1/√3, tan 1 √3 എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ വാല്യൂസ് പഠിക്കണം. സൈൻ്റെ വാല്യൂസും കോസിൻ്റെ വാല്യൂവും പഠിച്ചതുപോലെ ടാൻ്റെ വാല്യൂ പഠിക്കണം. അപ്പോൾ നമ്മൾ സൈൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. സൈൻ്റെ വാല്യൂ എന്താ, 0, π/6, π/4, π/3, π/2 അല്ലേ. സൈൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചിരുന്നു. സൈൻ്റെ വാല്യൂ എന്താ പഠിച്ചത്, sin 0 0 ആണ്, sin π/6 1/2 ആണ്, sin π/4 1/√2 ആണ്, sin π/3 √3/2 ആണ്, sin π/2 1 ആണ്. കോസിൻ്റെ അതുപോലെ അല്ലേ. സൈൻ്റെ പഠിക്കാൻ എന്തായിരുന്നു എളുപ്പമാർഗം, എന്തായിരുന്നു പറഞ്ഞത്, 0 1 2 3 4 എന്ന് എഴുതുക. ഇതിനല്ലേ ഞാൻ പറഞ്ഞത്, 0 1 2 3 4 എന്ന് എഴുതുക. അതിനൊക്കെ റൂട്ട് ഇടുക അല്ലേ, /2 എടുക്കുക. അപ്പോൾ ഈ വാല്യൂസ് ഇങ്ങനെയാണ് കിട്ടുക. ഇതേ ഓർഡറിൽ എടുക്കണം, ഇതേ ഇതിലെടുക്കുക. ഇനി കോസിൻ്റെ അത് നമ്മൾ പറഞ്ഞു തിരിച്ചിട്ടാണ് വരിക അല്ലേ. ആ തിരിച്ചിട്ട് 1 √3/2 1/√2 1/2 0. സൈൻ്റെ വാല്യൂ നേരെ തിരിച്ചു വന്നാൽ കോസിൻ്റെ വാല്യൂ ആയി. ഇനി ടാനിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ sin/cos ആണ് ടാൻ. sin/cos ആണ് ടാൻ. 0/1 0, ഇത് ഡിവൈഡ് ചെയ്താൽ 1/√3, ഇത് ഡിവൈഡ് ചെയ്താൽ 1, ഇത് ഡിവൈഡ് ചെയ്താൽ √3, ഇത് ഡിവൈഡ് ചെയ്താൽ നോട്ട് ഡിഫൈൻഡ്. ഇങ്ങനെയാണ് വാല്യൂസ് ഉള്ളത് അല്ലേ, ടാൻ്റെ വാല്യൂസ്. അപ്പോൾ ഈ ടാൻ്റെ വാല്യൂസ് നമ്മൾ ഓർത്ത് വെക്കണം. 0 1/√3 1 √3 ഇങ്ങനെ ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ tan 1 എന്ന് പറഞ്ഞാൽ ഏതാ വരിക, tan 1. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് tan 1 അല്ലേ. ടാൻ്റെ ഫംഗ്ഷൻ എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തത്, tan ഡിഫൈൻ ഫ്രം എവിടുന്ന അങ്ങോട്ടാ, -π/2 to π/2 അല്ലേ ഡിഫൈൻ ചെയ്തത്. tan 1 ഡിഫൈൻ ചെയ്തത് R to ഓപ്പൺ ഇൻ്റർവെൽ -π/2 π/2 അല്ലേ, ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. ഇപ്പോൾ tan 1 1/√3, tan 1 1/√3 എന്ന് പറഞ്ഞാൽ π/6 ആണ്. അപ്പം π/6 നെയ്തു, ഇതിൻ്റെ വാല്യൂ π/6 നെയ്തു. ടാൻ്റെ വാല്യൂ 1 എപ്പോഴാണ്, π/4 ആണ്. അപ്പോൾ tan 1 1 = π/4. ടാൻ്റെ വാല്യൂ √3 എപ്പോഴാണ്, ടാൻ്റെ വാല്യൂ √3 π/3ക്കാണ്. അപ്പം π/3 എന്ന് എഴുതും. അപ്പോൾ ടാൻ്റെ വാല്യൂ എളുപ്പത്തിൽ നമുക്ക് ഈ ടേബിൾ അറിയാമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും. ഈ വാല്യൂസൊക്കെ π/4ഉം π/6ഉം π/3 ഒക്കെ തന്നെ ഈ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് tan 1 പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് tan 1 കാണാം. ഇനി നമ്മളിതിൽ മൈനസ് ഉണ്ടെങ്കിലോ, അവിടെ സപ്പോസ് ഇവിടെ മൈനസ് ഉണ്ട് എന്ന് കരുതാം. ഇപ്പം എന്താ ചെയ്യുക, അപ്പോൾ നമ്മൾ ആ റിസൾട്ട് ഓർത്തിച്ചാൽ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം, tan 1 - x - tan 1x അല്ലേ. tan 1 - x - tan 1x. അത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതുപോലെ sin 1 - x - sin 1x പ്രൂവ് ചെയ്തതുപോലെ തന്നെയാണ് ഇതും പ്രൂവ് ചെയ്യേണ്ടത്.
minus tan inverse minus x equal to y, minus x is equal to tan y, x is equal to minus tan y അല്ലേ? അങ്ങനെ വന്നാൽ അതായത് tan inverse minus x equal to y minus x equal to tan y അല്ലേ? അപ്പോൾ x equal to minus tan y അല്ലേ? അപ്പം എന്ത് കിട്ടി? x equal to minus tan of minus y എന്ന് എഴുതാൻ പറ്റും. കോസിന് ഇങ്ങനെ എഴുതാൻ പറ്റിയില്ലായിരുന്നു അല്ലേ? കോസിന് എന്താ ചെയ്തത്? കോസ് പൈ മൈനസ് ഫൈവ് തന്നെ ചെയ്തത്. ഇവിടെ മൈനസ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ വൈ ഈക്വൽ ടു മൈനസ് കൊണ്ട് കുടിക്കുക മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ പ്രൂഫ് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പ്രൂഫ് ഓർക്കണം. ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ള വാല്യൂസ് ഓർത്ത് വെക്കണം. അങ്ങനെ വന്നാൽ ടാൻ ഇൻവേഴ്സ് മൈനസ് വൺ എന്താണ്? വാട്ട് ഈസ് ടാൻ ഇൻവേഴ്സ് മൈനസ് വൺ? ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പം മൈനസ് ടാൻ ഇൻവേഴ്സ് വൺ ദാറ്റ് ഈസ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൺ പൈ ബൈ 4 അല്ലേ? ഇനി ടാൻ ഇൻവേഴ്സ് മൈനസ് വൺ ബൈ റൂട്ട് 3 ദാറ്റ് ഈസ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൺ ബൈ റൂട്ട് 3 ദാറ്റ് ഈസ് ടാൻ മൈനസ് വൺ ബൈ റൂട്ട് 3 ഏതാ? ഇതാണ് പൈ ബൈ 6. പൈ ബൈ 6 ആണ്. മൈനസ് പൈ ബൈ 6 എന്ന് കിട്ടും. ടാൻ ഇൻവേഴ്സ് മൈനസ് റൂട്ട് 3. റൂട്ട് 3 എന്താണ്? പൈ ബൈ 3 ആണ്. അപ്പം മൈനസ് ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 അല്ലേ? മൈനസ് എക്സ് മൈനസ് പുറത്തെടുക്കാം. ദാറ്റ് ഈസ് മൈനസ് എന്ത് കിട്ടി? പൈ ബൈ 3. ഇങ്ങനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സ് കാണേണ്ട വിധം. ഇനി നമ്മൾ ഈ വാല്യൂസൊക്കെ പഠിച്ചു വെക്കണം. ഇനി ഇതിൻ്റെ ടേബിൾ നമ്മളൊന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് 3 ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്. അത് നമുക്ക് ടേബിൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം സൈൻ ഇൻവേഴ്സ് എക്സ്, അതിൻ്റെ ഡൊമെയിൻ എന്തായിരുന്നു? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിന് -1 1 ആയിരുന്നു അല്ലേ? റേഞ്ചോ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 ആയിരുന്നു. മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 ആയിരുന്നു. കോസ് ഇൻവേഴ്സ് എക്സ് എന്തായിരുന്നു? ഇതേ ഡൊമെയിൻ തന്നെയാണ്. -1 1 തന്നെയാണ് ഡൊമെയിൻ. റേഞ്ച് എന്തായിരുന്നു? 0 പൈ ആയിരുന്നു അല്ലേ? 0 പൈ. ഇതാണ് ഇതിൻ്റെ റേഞ്ച്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0 പൈ ആയിരുന്നു. ടാൻ ഇൻവേഴ്സ് എക്സിനോ? ടാൻ ഇൻവേഴ്സ് എക്സിന് ഡൊമെയിൻ റിയൽ നമ്പറാണ്. റേഞ്ച് എന്താണ്? മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള ബന്ധം നോക്കൂ. സൈനും കോസിനും ഒരേ ഡൊമെയിനാണ്. -1 സൈൻ ഇൻവേഴ്സ് എക്സിനും കോസ് ഇൻവേഴ്സ് എക്സിനും ഒരേ ഡൊമെയിനാണ്. -1 to 1 -1 to 1. ഇതിൻ്റെ റേഞ്ച് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് വ്യത്യാസമുണ്ട്. ഇത് -π/2 π/2 ഉള്ളിലാണ് വരുന്നത്. ഇത് 0 പൈൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഇവിടെ ഡൊമെയിന് റിയൽ നമ്പറാണ്. റേഞ്ച് ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2 ആണ്. അപ്പോൾ ഈ ടേബിൾ നമ്മൾ കൃത്യമായും ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും ടാൻ ഇൻവേഴ്സ് എക്സ് ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റുള്ള ട്രിഗോണോമെട്രിക് ഫംഗ്ഷനെ പറ്റി ഡിസ്കസ് ചെയ്യാം.